US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ടാരിഫ് ഭീഷണികൾ ഇന്ത്യയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുകയാണ്. മോദി ഒരക്ഷരം മിണ്ടുന്നില്ല. മോദിയും ട്രംപും തമ്മിൽ ആവർത്തിച്ചുള്ള സൗഹൃദ പ്രദർശനങ്ങൾ ഉണ്ടായിട്ടും US ഇന്ത്യയുടെ ഇരട്ടത്താപ്പ് നയം കാണിക്കുന്നത് എന്തുകൊണ്ടാണ്? വീണ്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് AICC ജനറൽ സെക്രട്ടറി ജയറാം രമേശ് രംഗത്ത്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന ഇന്ത്യയുടെ നിലപാടിനെ വിമർശിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ പരാമർശങ്ങളിൽ അതടക്കം എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ വിമർശനം ഉന്നയിച്ചുകൊണ്ട് കോൺഗ്രസ് രംഗത്ത് വന്നിരിക്കുന്നത്. ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കുകയാണ് എന്ന് ആരോപിച്ച കോൺഗ്രസ് വിഷയത്തിൽ നരേന്ദ്രമോദി സർക്കാരിന്റെ സമീപനങ്ങൾ ശരിയായ ദിശയിലേക്കല്ല നീങ്ങുന്നത്. മാത്രമല്ല, മോദി തന്നെ സന്തോഷിപ്പിക്കേണ്ടത് പ്രധാനമായിരുന്നുവെന്ന് ട്രംപിന്റെ പരാമർശത്തിന് പിന്നാലെയാണ് ഇത്തരമൊരു വിമർശനം ഉന്നയിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് കോൺഗ്രസ് വ്യക്തമാക്കുന്നത്. മോദിയും ട്രംപും തമ്മിൽ ആവർത്തിച്ചുള്ള സൗഹൃദ പ്രദർശനങ്ങൾ ഉണ്ടായിട്ടും US ഇന്ത്യയുടെ ഇരട്ടത്താപ്പ് നയം കാണിക്കുന്നത് എന്തുകൊണ്ടാണ്? നമസ്തേ ട്രംപ്, അതേപോലെ തന്നെ ഹൗഡി മോദി തുടങ്ങിയ പരിപാടികളും ഒക്കെ തന്നെ പൊതുവേദികളിലുള്ള പ്രശംസയും വ്യക്തിപരമായ അടുപ്പവും ഒന്നും തന്നെ ഇന്ത്യക്ക് കാര്യമായ പ്രയോജനം ചെയ്തില്ല എന്നതാണ് ജയറാം രമേശ് ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. വൈറ്റ് ഹൗസിലെ പ്രധാനമന്ത്രിയുടെ ഉറ്റ ചെങ്ങാതി ഇന്ത്യയോടുള്ള അദ്ദേഹത്തിന്റെ ഇരട്ടത്താപ്പ് സമീപനം തുടരുന്നു. ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തിയില്ല എങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള US ഇറക്കുമതിയുടെ ടാരിഫുകൾ വർദ്ധിപ്പിക്കുമെന്നതാണ് അദ്ദേഹത്തിന്റെ ഭീഷണി. നമസ്തേ ട്രംപ്, ഹൗഡി മോദി പരിപാടികളും ആലിംഗനങ്ങളും ട്രംപിനെ പുകഴ്ത്തിയുള്ള സാമൂഹിക മാധ്യമത്തിലെ പോസ്റ്റുകളെല്ലാം തന്നെ വളരെ കുറഞ്ഞ ഗുണങ്ങൾ മാത്രമേ ഇതിന് തന്നിട്ടുള്ളൂ. മാത്രമല്ല, സമൂഹ മാധ്യമമായ എക്സിലൂടെയാണ് ജയറാം രമേശ് തന്റെ വിമർശനം ഇവിടെ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ഇന്ത്യ ചിലവുകൾ പരിഗണിച്ചാണ് എല്ലായ്പ്പോഴും ഇന്ധനം സംഭരിച്ചിട്ടുള്ളതെന്നും റഷ്യയിൽ നിന്ന് വില കുറഞ്ഞ എണ്ണ വാങ്ങാനുള്ള ആ ഒരു പരമാധികാരമുണ്ട് എന്നതാണ് കോൺഗ്രസ് ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് കോൺഗ്രസ് MP പ്രമോദ് തിവാരിയാണ് ഇക്കാര്യങ്ങൾ പറയുന്നത്. മോദിയുടെ ബലഹീനത മുതലെടുക്കുകയാണ് US എന്നും ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. അമേരിക്കയുടെ വ്യാപാര ഊർജ്ജ താൽപര്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് നീങ്ങിയില്ല എങ്കിൽ ഇന്ത്യക്കെതിരെ വീണ്ടും നികുതി വർദ്ധിപ്പിക്കുമെന്നതാണ് ട്രംപ് ഭീഷണി മുഴക്കുന്നത്. റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി തുടരുന്നു എന്നതാണ് ട്രംപ് ചൊടിപ്പിച്ചിരിക്കുന്നതും. മോദിയെ വളരെ നല്ല മനുഷ്യനാണ് എന്ന് പ്രശംസിച്ച് ട്രംപ് ആകട്ടെ, പക്ഷേ വ്യാപാര കാര്യങ്ങളിൽ ഇന്ത്യയുടെ നിലപാടിൽ താൻ താൽപര്യനല്ല എന്ന് അറിയിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. മോദി തന്നെ സന്തോഷിപ്പിക്കേണ്ടത് പ്രധാനമായിരുന്നുവെന്നും ട്രംപ് ഇവിടെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.